ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും സൂപ്പർവായിട്ടുള്ള ഒരു നിമിഷം. ഓക്കെ, മനു പ്രാർത്ഥിക്കുന്നു, കണ്ണേട്ടൻ റെഡിയാവുന്നു, ഇവിടെ ഒരാൾ റെഡിയായി കഴിഞ്ഞു. ഞാൻ സാരിയിലാണ്. ഒഫീഷ്യലായിട്ട് നമ്മളെല്ലാവരും റെഡിയാവുന്നത് മനുവിൻ്റെ ഓപ്പണിംഗ് സെറിമണി ആൻഡ് മെഡിക്കൽ ഓത്തിനാണ്. Men in black. One blue, sorry. Always one gotta be. ഒന്ന് തിരിയൂ, 3 കോട്ടുകൾ, കോട്ടുമുക്രികൾ തിരിയൂ. വെരി നൈസ് ഗൈസ്. എല്ലാവരും റെഡിയായി. നമ്മൾ ഇറങ്ങി. ആൻഡ് MVM ഡോം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അത് നടക്കുന്നുണ്ടായിരുന്നത്. ബിക്കോസ് അത് ഹംഗേറിയൻ സ്റ്റുഡൻസ്, പിന്നെ ജർമ്മൻ സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാ ഇപ്പോൾ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്പണിംഗ് സെറിമണി ആൻഡ് മെഡിക്കൽ ഓത്താണ് ചെയ്യുന്നത്. 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ആണല്ലോ അവിടെ പഠിക്കുന്നത്. ഹംഗേറിയനും പഠിക്കുന്നുണ്ട്, ജർമ്മൻ കുട്ടികളും പഠിക്കുന്നുണ്ട്. അതൊക്കെ ജർമ്മൻ ലാംഗ്വേജിലും ഹംഗേറിയൻ ലാംഗ്വേജിലും എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിങ്ങും ഉണ്ട്. സോ എല്ലാം കമ്പൈൻ ചെയ്തിട്ടായതുകൊണ്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് ബിഗ്. അതുകൊണ്ട് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരുപാട് വലിയ സംഭവം വേണം. ഇന്ത്യൻ അറ്റയറിൽ ഞങ്ങൾ 2 പേരുമായിരുന്നു. ആൻഡ് ഉള്ളിലേക്ക് പോയി. ആൻഡ് ഇറ്റ് ഈസ് വെരി ബിഗ്. ശരിക്കും വലിയൊരു ഏരിയയിൽ തന്നെയാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇത്രയും കുട്ടികൾ ഇരിക്കണം. അതുമാത്രമല്ല, നമ്മളുടെ ഈ അലൊക്കേഷനെല്ലാം മനു നമുക്ക് ബുക്ക് ചെയ്തതാണ്. ബിക്കോസ് കുട്ടികൾക്കാണ് ഇത് അലൊക്കേഷൻ ചെയ്യാനുള്ള സമയത്ത് വരുന്നത്. അപ്പോൾ അവൻ നമുക്ക് വേണ്ടിയിട്ട് 3 സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കുട്ടികളുടെ പാരൻസും ഇരുന്നു. ആൻഡ് എല്ലാ കുട്ടികളും ഇരുന്നു. ആൻഡ് എല്ലാവർക്കും ട്രാൻസ്ലേഷൻ്റെ മെഷീനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവർ ഹംഗേറിയൻ ഇതിൽ പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. English speaking guests to put on their headsets and turn them to channel 1. Thank you. Distinguished guests, the opening ceremony of Semmelweis University's academic year 2025-2026 is now commencing. Semmelweis University is more than 250 years old and is proud to be not only Hungary's oldest medical school and one of the largest healthcare providers, but also one of Europe's leading English and German language training institutions. Our international programs began. ഒഫീഷ്യലി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സൂപ്പർവായിരുന്നു അവരുടെ ഓപ്പണിംഗ് സെറിമണി. കാണേണ്ടതായിരുന്നു ശരിക്കും. എന്താ പറയുക, ഗൂസ് ബംസ് എന്ന് പറയില്ലേ, അത്രയ്ക്ക് നല്ല ഒരു സൂപ്പർബ് കസ്റ്റം ആൻഡ് കൾച്ചറാണ് അവിടെ അന്ന് നമ്മൾ കണ്ടത്. ആൻഡ് ഇത് നിങ്ങൾ കാണുന്ന ആ ബാക്കിൽ ഫോളോ ചെയ്ത് വരുന്ന കംപ്ലീറ്റ് നീല കോട്ടിട്ടിട്ട് വരുന്ന ആൾക്കാരെ കണ്ടോ? അവരാണ് ഈ സെമ്മൽവെയ്സ് യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് പ്രൊഫസേഴ്സ്. മെയിൻ ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങളിത് കണ്ടോളൂ.
ഒഫീഷ്യലി ഓപ്പണിംഗ് സെറിമണിയാണ് നിങ്ങൾ കണ്ടത്. ഇത് കഴിഞ്ഞിട്ട് മ്യൂസിക്കൽ ബാൻഡ്, ഇതും മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെയാണ് അവർ ചെയ്യുന്ന. അത് കഴിഞ്ഞ ഉടനെ തന്നെ നാഷണൽ ആന്തമിലാണ് തുടങ്ങിയത്. സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാലും അടിപൊളി. അവരുടെ ആ ഹംഗേറിയൻ ഫ്ലാഗിൻ്റെ കളറിലുള്ള ലൈറ്റ്സ് എല്ലാമായിരുന്നു ഓഡിറ്റോറിയത്തിൽ അതുണ്ടായിരുന്നത്. Alapításának 256. évében rendezett ünnepi szenátus ülésünket ezennel megnyitom. Dear distinguished guests, I hereby open the celebratory Senate meeting held in the 256th year of the foundation of Semmelweis University. മൂപ്പരാണ് ഡോക്ടർ ബെല മെർക്ലി എന്ന് പറയുന്ന പ്രൊഫസർ. ഹീസ് ദ റെക്ടർ ഓഫ് സെമൽവേസ് യൂണിവേഴ്സിറ്റി, ദ മോസ്റ്റ് സീനിയർ മോസ്റ്റ് സ്റ്റാഫ്. ആൻഡ് മൂപ്പരുടെ അതായത് ലോകപ്രസിദ്ധനായിട്ടുള്ള സയൻറ്റിസ്റ്റ് ആൻഡ് ലോകപ്രസിദ്ധനായിട്ടുള്ള കാര്യങ്ങളാണ് മൂപ്പര് മെഡിസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ആ മൂപ്പരുടെ കീഴിലൊക്കെ പ്രൊഫസറായിട്ടുള്ള രീതിയിൽ ഈ കൊല്ലം മനുവിനെ മൂപ്പര് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, വലിയ വലിയ പ്രൊഫസേഴ്സ് ഒരുപാട് ചരിത്രപരമായിട്ട് അവരുടെ വർക്ക് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫസേഴ്സിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലേ. അപ്പോൾ ഐ ഫെൽ സോ ഹാപ്പി. So let's begin. I, student of Semmelweis University, promise under oath that I will always respect the Hungarian people and the fundamental law of Hungary. And professional prestige of Semmelweis University and the faculty chosen by me. I promise that my attitude will be worthy of my future profession. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് മെഡിക്കൽ ഓത്ത് എന്ന് പറയുന്നത്. മെഡിക്കൽ ഓത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരുടെ ഒരു നാഷണൽ ആന്തം പോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ക്ലോസിങ് സെറിമണി ആയിരുന്നു. ക്ലോസിങ് സെറിമണി സെയിം മറ്റേ ഓപ്പണിംഗ് സെറിമണി പോലെ തന്നെ അവരുടെ വേറൊരു പാട്ട് വെച്ചിട്ടാണ് ക്ലോസിങ് സെറിമണി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, നല്ല കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ഈ ഡോമിൻ്റെ ഉള്ളിൽ ഇരുന്നതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വെളിയിൽ കാറ്റും മഴയും ഇടിയും നടക്കുന്നുണ്ട് എന്ന്. ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ പോയേ പറ്റൂ, 2 മണിക്കൂറിൽ ഞങ്ങളുടെ ട്രെയിന് നമുക്ക് പോവും, മെയിൻ സ്റ്റേഷൻ എത്തണം. അവിടുന്ന് നനഞ്ഞ് പിളിങ്ങി എല്ലാവരും കൂടി ഓടി കാറിൽ കയറി എന്ന് പറഞ്ഞില്ലേ, എല്ലാം കൂടി ചെയ്തിട്ട് വേഗം വീട്ടിൽ വന്നിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടോടെ ഗ്രീൻ പീസ് പുലാവും പിന്നെ നമ്മളുടെ സലാഡും ചിക്കൻ കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് രാവിലെ പോയത്. അപ്പോൾ എല്ലാം മഴയത്ത് ഇതൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ 2 മണിക്കൂറിൽ നമ്മുടെ ട്രെയിൻ അവിടുന്ന് പോകുന്നതായിരിക്കും. മെയിൻ സ്റ്റേഷൻ എത്തണം. നമ്മുടെ യാത്ര വിയന്നയിലേക്കാണ്. ഓസ്ട്രിയ വിയന്നയാണ് കവർ ചെയ്യാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എത്താൻ പറ്റി. മഴയാണ് എന്നാൽ കൂടിയിട്ട് കുടയൊക്കെ പിടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തി. ഇതാ നമ്മുടെ ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് യെസ്, നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിന് 2 മണിക്കൂർ. ആൻഡ് വിയന്ന കാണണം എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സിറ്റിയാണ്. അത് കാണണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് ഓട്ടമായി പോയി എന്ന് മാത്രം. സോ യെസ്, നമ്മൾ എല്ലാം ട്രെയിനിലെല്ലാവരും ഇരുന്നു. ആൻഡ് എല്ലാം സുഖം സമാധാനം. ആൻഡ് ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് വിയന്ന വാർത്തകളായിരിക്കും. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു, ട്രെയിൻ യാത്ര തുടങ്ങുന്നു. എന്ത് സൂപ്പറായിട്ടുള്ളൊരു സീനായിരിക്കും അല്ലേ ഈ മഴയത്ത് ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞത്. ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വിയന്ന വാർത്തകൾ.